ചാലക്കുടി മുരിങ്ങൂരിൽ നിന്ന് സൂരജ് സജ്ജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദേശീയപാതയിൽ നിന്ന് തന്നെയാണ് ചേരുന്നത്. സൂരജ്, യഥാർത്ഥത്തിൽ വളരെ പ്രതീക്ഷയോടെ വലിയ സ്വപ്ന പദ്ധതിയായിട്ട് കൊണ്ടുവന്ന നാഷണൽ ഹൈവേ ആണ് ചില സ്ഥലങ്ങളിലൊക്കെ മഴക്കാലമായപ്പോൾ ഇടിഞ്ഞ് താഴുന്നത്. പറയൂ സൂരജ്, ചാലക്കുടിയിലെ മുരിങ്ങൂരിൽ എന്താണ് അവസ്ഥ? എസ്കെൻ, ചാലക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ അങ്കമാലി തുടങ്ങി കുതിരാൻ വരെയുള്ള ഭാഗം അതൊന്ന് കടന്നു കിട്ടണമെങ്കിൽ എസ്കെൻ ഒരു തരത്തിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ്. അതാ കാണാം, കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. അതാ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ നമ്മളുള്ളത് മുരിങ്ങൂരിലാണ്. ഇത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക്. ഇവിടെ നിന്ന്, ഈ റൂട്ടിൽ നിന്ന് ഇപ്പോൾ അങ്കമാലി പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ മുരിങ്ങൂരുണ്ട്, കൊരട്ടിയുണ്ട്, അതോടൊപ്പം തന്നെ ചെറങ്ങരയുണ്ട്. ഈ മൂന്ന് സ്ഥലത്തും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരിയിലേക്കൊക്കെ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഈ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതായത് അശാസ്ത്രീയമായ രീതിയിൽ ഈ അടിപ്പാത നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ പോയതാണ് ഈ വലിയ ഗതാഗതക്കുരുക്കിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, 6 മണിക്കൂറാണ് കുതിരാൻ കഴിഞ്ഞിറങ്ങുന്ന കല്ലിടുക്ക് ഭാഗത്ത് ഈ ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങൾക്ക് കിടക്കേണ്ടി വന്നത്. എന്തായാലും ചാലക്കുടി MLA ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് ഇപ്പോൾ ഒരു സമരത്തിലേക്ക് പോകുന്നു. നാളെ MLA ഒരു ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്രമാത്രം ദുരിതമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ഉപവാസ സമരം? കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ദേശീയപാതയാണ് ഈ ദേശീയപാത. എയർപോർട്ടിലേക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോകുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന റോഡ് കഴിഞ്ഞ 6 മാസത്തിലധികമായി ഒരു ദേശീയപാത ഒരു ദുരന്തപാതയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മണിക്കൂറോളം ആളുകൾ ടോൾ കൊടുത്തു വരുന്ന യാത്രക്കാർ ഇവിടെ മണിക്കൂറോളം ക്യൂവിൽ പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഈ വിഷയത്തിൽ ഗൗരവതരമായൊരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നിരവധി തവണ മീറ്റിങ്ങുകൾ കൂടി പല തീരുമാനങ്ങളെടുത്തു. ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണ് ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു കരാറുകാരനെ ഏൽപ്പിച്ച് ജനങ്ങൾ വലിയ ദുരന്തത്തിലകപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇവർ പണിയുന്ന സ്ലാബുകളടക്കം പലപ്പോഴും തകരുന്നു, വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഈ മുരിങ്ങൂർ നമ്മുടെ കുരട്ടി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പണി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. തീർച്ചയായിട്ടും ഒരു നിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കരാറുകാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കാനായിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. നിരവധി തവണ നമ്മൾ മീറ്റിംഗ് കൂടി ദേശീയപാത ഇതൊക്കെ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരം കാണാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. 5ഓളം മരണങ്ങളാണ് ഈ 6 മാസത്തിനുള്ളിൽ. 36 മണിക്കൂറിനിടയിൽ 5 മരണം. അതെ, 36 മണിക്കൂറിൽ 5 മരണങ്ങളാണ് ഈ കുരുക്കിൽ പെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അനങ്ങാപ്പാറ നയം ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ട അധികാരികളും സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഒരു സമരത്തിലേക്ക് ജനകീയ ഒരു സമരത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ്. അതായത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക്, അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ട്രാക്കാണ്. ആ ട്രാക്കിൽ നിന്ന് വന്നു കഴിയുമ്പോൾ 2 ട്രാക്കായി അത് പിരിച്ചുവിടുകയാണ്. അത് പെട്ടെന്ന് വരുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ട് ആ വാരിയല് ലെൻസിലേക്ക് തുളഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലാണ് ആ ബൈക്ക് യാത്രികൻ. 36 മണിക്കൂറിനിടയിൽ ഈ പാതയിൽ 5 പേർക്കാണ് ഈ റൂട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ദുരിത പാതയായി തൃശൂർ കുതിരാൻ പാത മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധത്തിലേക്ക് ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം നീങ്ങുന്നത്. നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന റോഡിൽ നിന്നാണ് സൂരജ് സംസാരിച്ചത്. ഒരല്പം കൂടെ അങ്ങോട്ട് പോയാൽ ടോളുണ്ട്. മണിക്കൂറുകളോളം ഇങ്ങനെ ക്യൂവിൽ കിടന്ന് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോളിൽ പോയി ക്യൂ കിടന്ന് ടോൾ കൊടുക്കാം.